അച്ഛാ, ഈ അമ്മയുടെ കണ്ണിന്ന് ഇനി ഇങ്ങനെ കണ്ണീര് വീഴാൻ പാടില്ല. പക്ഷെ അതേസമയം ചെറിയ പള്ളിക്കാരുടെ അറിവോടെ നടന്ന ആംബുലൻസ് കേസ് തേഞ്ഞു മാഞ്ഞു പോകാനും പാടില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അച്ഛൻ അഡ്വക്കേറ്റ് ഏറാടിയെങ്കിലിനെ വിളിക്കണം. SP സാറിനെ കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. സെക്ഷൻ 164 ആ വകുപ്പ് പ്രകാരമായിരിക്കണം മൊഴി. അങ്ങനൊരു മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ അത് ആർക്കും തിരുത്താനോ അട്ടിമറിക്കാനോ കഴിയില്ല. വലിയ അന്വേഷണം ഉണ്ടാവും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇടപെടും. ചാരടി, എന്താണോ നോക്കി നിൽക്കുന്നത്? ഏറാടിയെ വിളിച്ചു. ഒരു തരി മണ്ണ് വീഴാതെ SP സാറിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുന്ന ആര് ഈ ജമാൽ ഏറ്റു. കൂടെ വരുന്നവർക്ക് പിഴവ് പറ്റിയാലും ആയുധമില്ലാത്തതിന്റെ പേരിൽ വെറും കൈയോടെ നിൽക്കേണ്ടി വരരുത് ഒരിടത്തും. എന്നാ രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങിക്കോളൂ. മജീദെ, നീ ടീം കോടതി പരിസരത്ത് തന്നെ ഉണ്ടാവണം. അയ്യപ്പന് കുരിശ് പള്ളിയിൽ അവിടെ നിന്നാ മതി എന്ന് പറ. അവനെയും കൂട്ടി. അച്ഛൻ അറിഞ്ഞാൽ ആരും അറിയില്ല. വണ്ടി എടുക്ക ജമാലെ. അവർ 5 മിനിറ്റിനുള്ളിൽ കോടതിയിലെത്തും. അഡ്വക്കേറ്റ് ഏറാടി ഞങ്ങളുടെ ഫാമിലിയിൽ വരാം. നമ്മുടെ നാടിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന ഭീകരതയെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന സൂചനകളാണ് എന്റെ കക്ഷിയും സൂപ്രണ്ടന്റ് ഓഫ് പോലീസുമായ ചന്ദ്രശേഖരന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബോധിപ്പിക്കാനുള്ളത്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് എന്റെ കക്ഷിയുടെ മൊഴി സെക്ഷൻ 164 പ്രകാരം രേഖപ്പെടുത്തണമെന്നും നാഷണൽ ഏജൻസികൾ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു. ചട്ടപ്രകാരം മൊഴി നൽകുന്നയാളും മജിസ്ട്രേറ്റും മാത്രമേ കോടതി മുറിയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ ദയവായി പുറത്തു പോകണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു. അഡ്വക്കേറ്റ് മണിലാലിനോടും കൂടിയാണ് പറഞ്ഞത്. Apologies, my lord. SP ചന്ദ്രശേഖരന്റെ ആയുസ്സിന് കുറുകെ ഒരു ചുവന്ന മഷി കൊണ്ട് നീ വരവരച്ചു എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അസലായി. പക്ഷേ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ വെച്ച സംഭവം, അതും നിയമം പഠിച്ച് സന്നദ്ധെടുത്തൊരു അഭിഭാഷകൻ, അതുണ്ടാക്കാൻ പോകുന്ന സെൻസേഷൻ എത്ര വലുതായിരിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്ര വലുതായിരിക്കും? ഒന്ന് പോടോ കോപ്പ അവിടെ നിന്ന്. ഒന്നുമില്ല, ഒന്നും. കൊല ചെയ്യപ്പെട്ട SP ചന്ദ്രശേഖരനും അയാളെ കൊന്ന അഡ്വക്കേറ്റ് മണിലാലും തമ്മിലുണ്ടായ മുൻകാല വൈരാഗ്യം, കൂട്ടുകച്ചവടം നടത്തിയപ്പോഴുണ്ടായ സാമ്പത്തിക തർക്കം, സർവോപരി മദ്യലഹരിയിലായിരുന്നു പ്രതി എന്ന ലോജിക്കൽ ആനുകൂല്യം. ഇന്നും നാളെയുമായിട്ട് എല്ലാ മീഡിയയിലും വരാൻ പോകുന്നത് പോലീസ് നൽകുന്ന ഈ കഥയായിരിക്കും. അതും മണിലാലിന്റെ സമ്മതക്കുറിപ്പോടെ. മനസ്സിലായോ? എന്നാലും വക്കീലാണ്, ചോദ്യം ചെയ്യുമ്പോ എന്തെങ്കിലും അബദ്ധം നാവിന്ന് വരില്ല. ഒരബദ്ധവും വരില്ല. വെറുതെ അല്ല, അങ്ങ് ഹുബ്ലിയിൽ ഒരു രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞ എസ്റ്റേറ്റിന്റെ വക്കീലിന്റെ ഭാര്യയുടെ പേരിൽ. അതിന്റെ നന്ദി അത്ര പെട്ടെന്നൊന്നും പോകില്ല അയാളുടെ ഓർമ്മയെന്ന്. അഥവാ പോയാൽ മറ്റൊരു വക്കീൽ. The same old story. അതേ കഥയുടെ പുനരാഖ്യാനം. And the same old man, മാധവൻ. ഇവനാണ് അച്ചു. മാത്രം വരട്ടെ, എല്ലാവരും വരട്ടെ.
കളിയുടെ മറുപകുതിയിൽ കളം നിറഞ്ഞ് കളിക്കാൻ പോകുന്നവർ തമ്മിൽ മുഖാമുഖം കാണാൻ ഇതിനേക്കാൾ നല്ല അവസരം വേറെ എവിടെ നിന്ന് കിട്ടാനാ? വരട്ടെ. എന്താ ജന്മനുള്ള വിവരക്കേടിന് ഉടപിടിക്കാൻ പുതിയ അതിഥികളെ കിട്ടിയപ്പോ എന്ത് നെറുകേടും കാണിക്കാവുന്നായി അല്ലേ? മരിച്ചു വീണത് SP ചന്ദ്രശേഖരനാണെങ്കിലും തോറ്റത് ഞാനാ. ജയിക്കാൻ നിന്റെ പ്രാണൻ ഞാൻ എടുക്കാൻ പോവാ. ഈ ട്രിഗറിൽ വിരലൊന്ന് മറന്ന ചെറിയ പുള്ളി മുങ്ങുന്ന നീ വെറും ഒരു ഓർമ്മ. സഞ്ചായന ദിവസം വരെ നീണ്ടു നിൽക്കുമെന്ന് ഉറപ്പില്ലാത്ത ഓർമ്മ. എന്താ മുകുന്ദ ചെയ്യട്ടെ? അവനെ വെറുതെ വിട്ടേക്ക് തമ്പുര. പാവം, കൈ വിറക്കാതെ തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത പാവം. ഇത് ചെയ്തത് ഞങ്ങളാ. ഞങ്ങൾ മനസ്സിലായില്ല? ഓർമ്മ വരുന്നില്ല പഴയതൊന്നും? രാമദത്തനുണ്ണി, നീ പണ്ട് ഊരുവിലക്ക് കൽപ്പിച്ച് നാട് കടത്തിയ രാമദത്തനുണ്ണി. ആ രാമദത്തനുണ്ണിയുടെ മക്കളാ ഞങ്ങൾ. ഞങ്ങളുടെ ലക്ഷ്യം നീ, ചന്ദ്രഗിരിയിൽ മാധവൻ എന്ന നീ. അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല. ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ് മുൻപേ. താമസിച്ചു പോയല്ലോ മക്കളെ. എന്തുപറ്റി? കളപ്പുരയ്ക്കൽ രാമദത്തനുണ്ണി എന്ന നിന്റെയൊക്കെ അച്ഛനെ എന്നെ കൊല്ലാൻ വാടക കൊലയാളി അയച്ചിട്ടും എല്ലാം ക്ഷമിച്ച് മനുഷ്യത്വത്തിന്റെ പേരിൽ വിട്ടയക്കുമ്പോ നിനക്കൊക്കെ മൂപ്പത്താത്ത കരിക്കിന്റെ പരുവമാണ് പ്രായം. നിങ്ങളിൽ നിന്ന് പക്ഷേ ഇത്രയും തരം താണ നിലവാരമല്ല പ്രതീക്ഷിച്ചത് ഞാൻ. കോടതി മുറിയിൽ ചോര വാർന്ന് പിടഞ്ഞു മരിച്ചു വീണത് SP ചന്ദ്രശേഖരൻ മാത്രമല്ല, നിന്നോടൊക്കെയുള്ള എന്റെ ദയ, സഹതാപം, കാരുണ്യം അതെല്ലാമാണ്. നിന്റെയൊക്കെ അച്ഛന് ഞാൻ നൽകിയ ഔദാര്യം അതിനി പ്രതീക്ഷിക്കരുത് ഈ മാധവനിൽ നിന്ന്. ആയി സറം പറ്റി വീഴണ്ടെന്നുണ്ടെങ്കിൽ പോ, തിരിച്ചു പോ. മാധവ, തെറ്റുകളെല്ലാം പുറത്ത് മാപ്പ് തരണേന്ന് അപേക്ഷിക്കാൻ വന്നവരുടെ റോളിലല്ല രാമദത്തനുണ്ണിയുടെ മക്കളിപ്പോ. നീ പറഞ്ഞത് ശരിയാ, കരഞ്ഞിരുന്നു ഒരുപാട്. പക്ഷെ ആ കണ്ണീരിനൊക്കെ അപ്പുറം എല്ലാറ്റിനും കാരണക്കാരനായ നിന്റെ മുമ്പിൽ ചങ്കുറപ്പോടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥന പൊന്നിൽ ചാലിച്ച് ദിവസവും നാക്കിലുറിച്ച് എന്റെ ഫലമാണ് മാധവ ഇപ്പേ കാണുന്ന ഞങ്ങൾ, അന്നപൂർണ ഗ്രൂപ്പ്. ദയും കാരുണ്യൊക്കെ ഭിക്ഷയാചിക്കുന്നത് നീയായിരിക്കും. ചന്ദ്രഗിരിയിൽ